പെയ്തൊഴിയാത്ത രാവുകൾ, unending nights. Narrator's note: In the heart of the city, amid the neon lights and the pouring rain, two hearts finally stop running from the truth. This is a story of a rainy night, a shared secret, and the heat that builds when the world goes cold. കൊച്ചിയിലെ തിരക്കേറിയ തെരുവുകളിൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു. നഗരത്തിലെ ഫ്ളാറ്റുകൾ ഒന്നൊന്നായി ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ 8ാം നിലയിലെ തന്റെ മുറിയിൽ വരുൺ പുറത്തെ മഴ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഡോർബെൽ മുഴങ്ങിയത്. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ മായ. നനഞ്ഞു കുതിർന്ന സാരിയിൽ അവൾ ഒരു ജലകന്യകയെപ്പോലെ തോന്നി. അവളുടെ മുടിയിഴകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. മായ, നീ ഈ നേരത്ത് എന്താ പറ്റിയത്? വരുൺ, കാർ ബ്രേക്ക് ഡൌൺ ആയി, ഫോണും ഡെഡായി, നിന്റെ ഫ്ളാറ്റ് അടുത്തായതുകൊണ്ട്, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അകത്തേക്ക് കയറി. തണുപ്പുകൊണ്ടേ അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. വരുൺ അവൾക്ക് തന്റെ ഒരു ഷർട്ടും ടവലും നൽകി. ഇത് മാറ്റിക്കോ, അല്ലെങ്കിൽ പനി പിടിക്കും. കുറച്ചു കഴിഞ്ഞ് മായ വരുണിന്റെ വലിയ ഷർട്ടും ധരിച്ച് മുറിയിലേക്ക് വന്നു. ആ വസ്ത്രത്തിൽ അവൾ കൂടുതൽ വശിയായി തോന്നി. മുറിയിലെ എസിയുടെ തണുപ്പും പുറത്തെ മഴയുടെ ശബ്ദവും അന്തരീക്ഷത്തെ വല്ലാതെ മാറ്റിമറിച്ചു. വരുൺ അവൾക്കൊരു ഗ്ലാസ് വൈൻ പകർന്നു നൽകി. നന്ദി വരുൺ, ഈ മഴ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടിയും സന്തോഷവും തോന്നുന്നു, അവൾ മെല്ലെ പറഞ്ഞു. അവളുടെ വാക്കുകളിലെ വിറയൽ വരുൺ ശ്രദ്ധിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവർക്കിടയിലെ നിശബ്ദതയ്ക്ക് ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. മായയുടെ നനഞ്ഞ മുടിയിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികൾ വരുണിന്റെ കൈയിൽ തട്ടി. അവൻ പതുക്കെ അവളുടെ തോളിൽ കൈവച്ചു. മായ, നമ്മൾ എത്ര കാലമായി ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നു? അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. അവൾ തലയുയർത്തി അവനെ നോക്കി. ആ കണ്ണുകളിൽ മത്തുപിടിപ്പിക്കുന്ന ഒരു പ്രണയമുണ്ടായിരുന്നു. അവൻ അവളുടെ മുഖത്തെ നനഞ്ഞ മുടിയിഴകൾ പതുക്കെ മാറ്റി. അവന്റെ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു. ആ സ്പർശനത്തിൽ ഒരു വൈദ്യുത പ്രവാഹം പോലെ എന്തോ ഒന്ന് രണ്ടുപേരിലും പടർന്നു. വരുൺ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ തന്റെ അധരങ്ങൾ ചേർത്തു. പുറത്തെ മഴയുടെ ഇലമ്പൽ പോലും ആ നിമിഷം മാഞ്ഞുപോയി. ആ രാത്രി നഗരത്തിലെ എല്ലാ ബഹളങ്ങളും അവർ മറന്നു. ജനാലയിലൂടെ വരുന്ന തെരുവുവിളക്കിന്റെ നേർത്ത മഞ്ഞ വെളിച്ചം ആ മുറിയിലെ പ്രണയത്തിന് സാക്ഷിയായി. വാക്കുകൾക്കു പകരം അവരുടെ ശരീരങ്ങൾ സംസാരിച്ചു. ഓരോ സ്പർശനത്തിലും വർഷങ്ങളായുള്ള കാത്തിരിപ്പിന്റെ ചൂടുണ്ടായിരുന്നു. മഴ തോർന്നു തുടങ്ങിയപ്പോൾ മായ വരുണിന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു. ഈ രാത്രി ഒരിക്കലും അവസാനിക്കരുതെന്ന് തോന്നിപ്പോകുന്നു, അവൾ പതുക്കെ പറഞ്ഞു. വരുൺ അവളെ കൂടുതൽ ചേർത്തുപിടിച്ചു. ആ മഴക്കാലം അവർക്ക് നൽകിയത് വെറുമൊരു ഓർമ്മയല്ല, മറിച്ച് പുതിയൊരു ജീവിതമായിരുന്നു. എറണാകുളം നഗരത്തിൽ ഒരു മഴയുള്ള രാത്രി. റോഡുകൾ ശൂന്യമായിരുന്നു. വീഥിവിളക്കുകളുടെ വെളിച്ചത്തിൽ മഴത്തുള്ളികൾ തിളങ്ങുകയായിരുന്നു. അഭിൻ എന്ന യുവാവ് തന്റെ ഫ്ളാറ്റിൽ ഒറ്റയ്ക്കിരുന്നു. കയ്യിലൊരു കപ്പ് ചായ, മേശപ്പുറത്ത് ലാപ്ടോപ്പ്. പക്ഷെ അവൻ ജോലി ചെയ്യാതെ ജനാലയിലൂടെ മഴ നോക്കുകയായിരുന്നു. കാരണം മഴ അവനൊരു പഴയ ഓർമ്മയെ എന്നും തിരികെ കൊണ്ടുവരും. 10 വർഷം മുമ്പ് നടന്നൊരു കഥ. അന്ന് അഭിൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. അവന്റെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവളുടെ പേര് മാളവിക. മാളവിക വളരെ ശാന്തയായ ഒരു പെൺകുട്ടിയായിരുന്നു. ക്ലാസ്സിൽ അധികം സംസാരിക്കില്ല, പക്ഷെ ചിരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക പ്രകാശമുണ്ടായിരുന്നു. അഭിൻ ആദ്യമായി അവളെ ശ്രദ്ധിച്ചത് ഒരു മഴയുള്ള ദിവസത്തിൽ. കോളേജ് ലൈബ്രറിയുടെ മുന്നിൽ അവൾ മഴ നോക്കി നിൽക്കുകയായിരുന്നു. അഭിൻ ചോദിച്ചു, നീ മഴയെ ഇഷ്ടപ്പെടുന്നുണ്ടോ? മാളവിക ചിരിച്ചു. മഴ പെയ്യുമ്പോൾ ലോകം കുറച്ച് ശാന്തമാകുന്ന പോലെ തോന്നുന്നു. ആ ചെറിയ സംഭാഷണത്തിൽ നിന്ന് അവരുടെ സൗഹൃദം ആരംഭിച്ചു. അവരൊരുമിച്ച് ലൈബ്രറിയിൽ പഠിക്കും, കോളേജ് ക്യാന്റീനിൽ ചായ കുടിക്കും, വൈകുന്നേരം ക്യാമ്പസിലൂടെ നടക്കും. പതുക്കെ അവർ തമ്മിൽ പറയാത്ത ഒരു പ്രണയം വളർന്നു. പക്ഷെ അവർ ഒരിക്കലും അത് തുറന്നു പറഞ്ഞില്ല. ഒരു ദിവസം മാളവിക പറഞ്ഞു, എനിക്ക് ഡൽഹിയിലേക്ക് പോകണം. അഭിൻ അമ്പരന്നു. എന്തിന്? അവൾ പറഞ്ഞു, എന്റെ അച്ഛന് ട്രാൻസ്ഫർ കിട്ടി. ആ വാർത്ത അഭിന്റെ ഹൃദയം തകർത്തു. പോകുന്ന ദിവസം അവർ കോളേജ് ഗേറ്റിനു മുന്നിൽ നിന്നു. മഴ വീണ്ടും പെയ്യുകയായിരുന്നു. മാളവിക ചോദിച്ചു, നമ്മൾ വീണ്ടും കാണുമോ? അഭിൻ ചിരിച്ചു. ജീവിതം നമ്മളെ വീണ്ടും കണ്ടുമുട്ടിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും. അവൾ ചിരിച്ചു. പിന്നെ കാർ മുന്നോട്ട് നീങ്ങി. അതവരുടെ അവസാന കണ്ടുമുട്ടലായിരുന്നു. വർഷങ്ങൾ കടന്നു. അഭിൻ തന്റെ ജീവിതത്തിൽ തിരക്കിലായി. പക്ഷെ മഴ പെയ്യുന്ന ഓരോ രാത്രിയും അവന് മാളവികയെ ഓർമ്മ വരും. അന്ന് രാത്രി മഴ ശക്തമായി പെയ്യുമ്പോൾ അഭിന്റെ ഫോൺ അപ്രതീക്ഷിതമായി മുഴങ്ങി. അവൻ ഫോൺ എടുത്തു. അവിടെ നിന്നൊരു ശബ്ദം. ഹലോ അഭിൻ. അവൻ ഒരു നിമിഷം മിണ്ടാതിരുന്നു. ആ ശബ്ദം അവന് വളരെ പരിചിതമായിരുന്നു. മാളവികയോ? അവൻ ചോദിച്ചു. അവൾ ചിരിച്ചു. നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? അഭിന്റെ ഹൃദയം ശക്തമായിടിച്ചു. നീ എവിടെയാണ്?
അവൾ പറഞ്ഞു. ഞാൻ എറണാകുളത്താണ്. നമ്മൾ ഒരിക്കൽ പോകുന്ന ആ പഴയ കഫേയുടെ മുന്നിൽ. അഭിൻ ഉടൻ വീട്ടിൽ നിന്ന് പുറത്തേക്കോടി. മഴ ഇപ്പോഴും ശക്തമായി പെയ്യുകയായിരുന്നു. അവൻ കഫേയുടെ മുന്നിലെത്തി. അവിടെ ഒരാൾ നിൽക്കുകയായിരുന്നു. കയ്യിലൊരു കുട, മുഖത്ത് അതേ പഴയ ചിരി. മാളവിക. അവൾ പറഞ്ഞു, കണ്ടോ, ജീവിതം നമ്മളെ വീണ്ടും കണ്ടുമുട്ടിച്ചു. അഭിൻ ചിരിച്ചു. മഴയുടെ ശബ്ദത്തിനിടയിൽ അവർ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. കാരണം ചില പ്രണയങ്ങൾ വർഷങ്ങൾക്ക് ശേഷം പോലും ഒരു ഫോൺ കോൾ കൊണ്ട് വീണ്ടും തുടങ്ങും.